യുകെയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സ്വാധീനം മൂലം തൊഴിലവസരങ്ങൾ കുറയുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് കമ്പനിയായ മക്കിൻസി ആൻഡ് കമ്പനി നടത്തിയ പഠനത്തിൽ 2022 അപേക്ഷിച്ച് 2025 മെയ് മാസത്തിൽ ഓൺലൈൻ തൊഴിലവസരങ്ങളിൽ 31% കുറവുണ്ടായെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. എയുടെ ഉപയോഗം കൂടുതലുള്ള ജോലികളിൽ 38% വരെ കുറവുണ്ടായിട്ടുണ്ട്. AI ഉപയോഗിച്ച് ചെയ്യാൻ സാധ്യതയുള്ള പ്രോഗ്രാമിംഗ്, മാനേജ്മെന്റ് കൺസൾട്ടിംഗ്, ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ ജോലികളിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 50%-ലധികം കുറവുണ്ടായെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. കമ്പനികൾ AI സാങ്കേതികവിദ്യയുടെ വരവ് മൂലം ഉൽപ്പാദനക്ഷമതയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അതിനാൽ ജീവനക്കാരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മക്കിൻസി പറയുന്നു. ഡാറ്റ സയൻസ്, അനലിറ്റിക്സ് തുടങ്ങിയ AI ടൂളുകൾ ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ജോലികൾക്കും കുറവുണ്ടായിട്ടുണ്ടെന്ന് ഹയറിംഗ് പ്ലാറ്റ്ഫോമായ ഇൻഡീഡ് നടത്തിയ പഠനത്തിൽ പറയുന്നു. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ജോലികൾ കോവിഡിന് മുൻപുള്ള അവസ്ഥയേക്കാൾ 50% വരെ കുറഞ്ഞു. റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം തുടങ്ങിയ AIയുടെ ഉപയോഗം കുറഞ്ഞ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. 2022 ChatGPT വന്നതിന് ശേഷം അപ്രന്റീസ്ഷിപ്പ്, ജൂനിയർ റോൾ തുടങ്ങിയ എൻട്രി ലെവൽ ജോലികൾക്ക് ഏകദേശം 3 കുറവുണ്ടായെന്ന് അഡ്സുറ എന്ന ജോബ് സെർച്ച് വെബ്സൈറ്റ് പറയുന്നു. AIയിലെ മുന്നേറ്റങ്ങളെ തുടർന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ഇടയാക്കുമെന്നാണ് ടെലികോം കമ്പനിയായ BT ചൂണ്ടിക്കാട്ടുന്നത്. 2 വർഷം മുമ്പ് 55,000 തൊഴിലാളികളെ പിരിച്ചുവിടാൻ പദ്ധതിയിട്ടിരുന്നു. അതിൽ ഡിജിറ്റൽ ഓട്ടോമേഷൻ നിക്ഷേപം കാരണമായെന്നും അവർ പറയുന്നു. ആമസോൺ വൈറ്റ് കോളർ ജീവനക്കാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്കാഡോ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ട് AI ഉപയോഗിക്കാൻ തുടങ്ങി. മൈക്രോസോഫ്റ്റ് ലോകമെമ്പാടുമായി 9,000 ജോലികൾ വെട്ടിക്കുറച്ചു. അതേസമയം ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടും AIയിലുള്ള നിക്ഷേപം ബ്രിട്ടനിലെ തൊഴിൽ വിപണിയിലെ മാന്ദ്യത്തിന് കാരണമായിട്ടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പക്ഷം. എന്നാൽ ഏപ്രിൽ മാസത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.6% ഉയർന്നു. ഇത് വർഷത്തിന്റെ തുടക്കത്തിൽ 4.4% തൊഴിലുടമകളുടെ ദേശീയ ഇൻഷുറൻസ് വിഹിതം 25 ബില്യൺ പൗണ്ട് വർദ്ധിപ്പിച്ചത് നിയമനം കൂടുതൽ ചെലവേറിയതാക്കിയെന്ന് ബിസിനസ് ഗ്രൂപ്പുകൾ പറയുന്നു. ഉയർന്ന വേതനം കാരണം കമ്പനികൾക്ക് AIയിൽ നിക്ഷേപം നടത്താൻ പ്രവണതയുണ്ടാകും. ജീവനക്കാരെ നിയമിക്കുന്നതിന് പകരം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. വെയർഹൌസുകളിലും കടകളിലും കൂടുതൽ യന്ത്രവൽക്കരണം നടത്താൻ ചില കമ്പനികൾ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് നടത്തിയ സർവേയിൽ പകുതിയോളം UK കമ്പനികളും ജീവനക്കാർക്ക് നൽകുന്ന നിക്ഷേപം AIയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നാണയനിധി കണക്കാക്കുന്നത് അനുസരിച്ച് US, UK പോലുള്ള വികസിത രാജ്യങ്ങളിലെ 60% തൊഴിലുകളും AIയുടെ ഭീഷണിയിലാണ്. ഇതിൽ പകുതിയിലധികം തൊഴിലുകൾക്കും നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആണ് വിലയിരുത്തൽ. ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള ബഹുരാഷ്ട്ര കമ്പനിയായ KPMGയുടെ ഗവേഷണം അനുസരിച്ച് എഴുത്ത്, വിവർത്തനം, പ്രോഗ്രാമിംഗ്, IT ഉപയോക്തൃ പിന്തുണ, പബ്ലിക് റിലേഷൻസ്, ഗ്രാഫിക് ഡിസൈൻ, നിയമപരമായ കാര്യങ്ങൾ എന്നീ മേഖലകളിലെ ജോലികൾക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് പറയപ്പെടുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.